ഹലോ ഫ്രണ്ട്സ്, ബിഡോമലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ നമ്മൾ നേരത്തെ ഒരു പ്രീവിയസ് ആയിട്ട് നമ്മൾ ഫൈറോയ് ഗ്ലോബലിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫൈറോയ് ഗ്ലോബൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 5000 ROI ടോക്കണും പിന്നെ 5000 TKK ടോക്കണും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു ഫൈറോയ് ഇപ്പോൾ നമുക്ക് വിഡ്രോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത ശേഷം ഒന്നില്ലെങ്കിൽ USDT ആക്കിയിട്ടോ അല്ലെങ്കിൽ പിന്നെ അതിനെ ട്രോൺ ആക്കിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിലേക്കൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്. ഞാൻ ലൈവായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ലൈവായി ചെയ്തതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ഈ ഒരു വിഡ്രോ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഇതിൽ അറിഞ്ഞിരിക്കണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് തന്നെ പറഞ്ഞുതരാം. മാക്സിമം നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിപ്റ്റോ ബേസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടം ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫൈറോയ് ഗ്ലോബലിൻ്റെ ഒഫീഷ്യലുള്ള ടെലിഗ്രാം പേജ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഫൈറോയ് എക്സ്ചേഞ്ച് ഇപ്പോൾ വിഡ്രോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫൈറോയ് ടോക്കൺ അവർ എക്സ്ചേഞ്ച് ടോക്കൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല രീതിക്ക് പ്രൈസ് ഫ്യൂച്ചറിലോട്ടേക്ക് നല്ല രീതിക്ക് പ്രൈസ് ഇൻക്രീസ് ആകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ എയർ ഡ്രോപ്പ് ആയിട്ട് ഈ ഒരു ടോക്കൺ കിട്ടിയതുകൊണ്ട് തന്നെ ഈ ടോക്കൺസ് കിട്ടുന്ന ആൾക്കാരൊക്കെ മാക്സിമം ഇപ്പോൾ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രൈസ് നോർമൽ പ്രൈസിനെ വെച്ചിട്ട് ഇപ്പോൾ ഡിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സെല് ചെയ്ത ശേഷം പിന്നെ ഒന്നും കൂടെ ഡിപ്പാണ് സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്ത് ലോങ് ടേമിലോട്ടേക്ക് ഹോൾഡ് ചെയ്യാം. നമ്മൾ ഒരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ROI ടോക്കൺ നിങ്ങൾക്ക് 5000 ROI ടോക്കണും 5000 TKK ടോക്കണും ആയിരുന്നു നിങ്ങൾക്ക് കിട്ടുക. എയർ ഡ്രോപ്പ് നമ്മുടെ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ കയറിയ ഒരാളാണ് കിട്ടിയിട്ടുണ്ടാകുക. പക്ഷേ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ ബൈ ചെയ്യോ സെല് ചെയ്യോ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് 10,000 ടോക്കൺസ് വേണം. ഓക്കെ, 10,000 ROI ടോക്കൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഫൈറോയ് എക്സ്ചേഞ്ച് എടുത്തിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫൈറോയ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രേഡിലോട്ടേക്ക് പോകാം. ട്രേഡിലോട്ട് പോയിട്ട് നമുക്ക് ഇവിടെ ROI എടുത്തിട്ടുണ്ട്, ROI to USDT. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് സെല്ല് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു 5000 അടിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കറണ്ടായിട്ട് ഒരു 5000 ടോക്കൺസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് 5000 അടിക്കുക. 5000 അടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് സെല്ല് കൊടുത്താലും ഓക്കെ, ദ ക്വാണ്ടിറ്റി could not be less than 10,000 ROI എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 10,000 ROI ടോക്കൺ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ 5000 ROI ടോക്കണിൻ്റെ കറണ്ട് പ്രൈസ് വരുന്നത് ഏകദേശം $13 വരുന്നുണ്ട്. അതും ഇപ്പോൾ ഡിപ്പായിക്കൊണ്ടിരിക്കണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഗ്രാഫ് എടുത്ത് നോക്കിയാലും ഓക്കെ നിങ്ങൾക്ക് നോക്കാം. 4 ഹവേഴ്സിൻ്റെ ഗ്രാഫ് എടുത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നല്ല രീതിക്ക് ഇപ്പോൾ ഡിപ്പായിട്ട് വരികയാണ്. കാരണം ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടുന്ന എല്ലാ ആൾക്കാരും ഇപ്പോൾ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡിപ്പ് വരുന്നത്. ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 0.025 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 0.025 എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 0.025 നിങ്ങൾക്ക് 5000 ROI ടോക്കൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾ സെല് ചെയ്താണെങ്കിൽ ഏകദേശം $125 വെർത്തായിട്ടുള്ള ടോക്കൺസ് അല്ലെങ്കിൽ $125 നിങ്ങൾക്ക് കിട്ടി തന്നെ. പക്ഷേ ഇപ്പോൾ കറണ്ട് പ്രൈസ് നല്ല രീതിക്ക് ഡിപ്പായി പോയ ശേഷം ഏകദേശം 0.0026 ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ട്രോണോ ഏതെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം. ഈ ഒരു നിങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. വാലറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. വാലറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാലറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങളിവിടെ ജസ്റ്റ് TRX സെലക്ട് ചെയ്യുക. TRX സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ ആ ഒരു അഡ്രസ്സും കാണും. ജസ്റ്റ് നിങ്ങൾ ഇതിൽ കുറച്ച് ട്രോൺ കൊണ്ടുവന്നിടുക. ട്രോൺ കൊണ്ടുവന്നിട്ട് ശേഷം നിങ്ങൾ ജസ്റ്റ് സെല് ചെയ്താൽ മതി. നമ്മൾ ട്രേഡിലോട്ടേക്ക് വന്നിട്ട് ഇവിടുന്ന് നമ്മൾ ട്രോൺ ടു USDT സെല് ചെയ്യുക. USDT സെല് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു ROI പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 10,000 പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15,000 ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ വേറെ ഒരു ഇഷ്യൂ എന്താണ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടോക്കൺസും ഇപ്പോൾ നിങ്ങൾക്ക് എയർ ഡ്രോപ്പായി കിട്ടിയ എല്ലാ ടോക്കൺസും നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. പെർസെൻറ്റേജ് ആയിട്ട് ഓക്കെ 24 ഹവേഴ്സിൽ ഇത്ര പെർസെൻറ്റേജ് വേണ്ട നിങ്ങളുടെ വാലറ്റിലോട്ടേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് TKX ടോക്കൺ എടുക്കുകയാണ്. അപ്പോൾ TKX ടോക്കൺ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, നമുക്കിപ്പോൾ ഓൺ ഓർഡറിൽ നോക്കാം. ഓക്കെ, ഓൺ ഓർഡറിലുണ്ട്, ഓൺ അവൈലബിളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ഓർഡറിലുള്ള സംഭവങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവൈലബിൾ എന്തെങ്കിലും ടോക്കൺസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ട്രേഡിലോട്ടേക്ക് പോയിട്ട് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എയർ ഡ്രോപ്പായി കിട്ടിയ 5000 ടോക്കൺസ് ഓൺ ഓർഡറിലായിരിക്കും ഉണ്ടാകുക. ചിലവർ കയ്യിൽ ഒരു 500 അല്ലെങ്കിൽ 1000 ടോക്കൺസ് ഒക്കെ അവൈലബിളിൽ പോയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവൈലബിളിലുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഓൺ ഓർഡറിലുള്ള നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് കുറച്ച് ടോക്കൺസ് ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക. ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുമിച്ചിട്ട് ബാക്കി സെല് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് നിങ്ങൾ സെല് ചെയ്താൽ മതി. ആ ഒരു ഇഷ്യൂ ആണ് നിങ്ങൾക്ക് അവിടെ വരില്ല. നമ്മുടെ ഈ ഒരു എയർ ഡ്രോപ്പ് അവർ സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 days ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 days നമുക്ക് കുറച്ച് ടോക്കൺസ് ആണ് അവൈലബിൾ ടോക്കണിൽ വന്നു. അവൈലബിൾ ടോക്കണിൽ വന്നപ്പോൾ ഞാൻ ഒരു കുറച്ച് എമൗണ്ട് മാത്രം ഞാൻ സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. ROI ടോക്കൺ സെല് ചെയ്തു. ഇതൊരു എക്സ്ചേഞ്ച് ടോക്കണാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിൽ നല്ല രീതിക്ക് പ്രൈസ് ചിലപ്പോൾ ഇൻക്രീസ് ആകാനുള്ള ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് കിട്ടിയ ഫുൾ ടോക്കൺസും ഞാൻ സെല് ചെയ്യില്ല. കുറച്ച് ടോക്കൺസ് എന്തായാലും ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കും. ബാക്കിയുള്ള ടോക്കൺസ് പറ്റണമെങ്കിൽ ഞാൻ മാക്സിമം സെല് ചെയ്യും. അതും ഈ ഒരു ലോ പ്രൈസ് ആണെങ്കിൽ നമുക്ക് സെല് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ തന്നെ -45% ഡിപ്പിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സെല് ചെയ്തതിൻ്റെ ഹിസ്റ്ററി കാണിച്ചു തരാം.
ഞാൻ ആ ഒരു ROI USDT ആയിട്ട് സെല് ചെയ്ത ശേഷം ഞാൻ ട്രോൺ വാങ്ങിച്ചിട്ടാണ് നമ്മുടെ ബിനാൻസിലോട്ടേക്ക് സെൻഡ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ വിഡ്രോയിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഞാൻ വിഡ്രോയിൽ പോയിട്ട് ഫസ്റ്റ് 100 ട്രോൺ മാത്രമാണ് ഞാൻ സെൻഡ് ചെയ്ത് നോക്കിയത്, കാരണം നമുക്ക് ഉറപ്പ് വരുത്തണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 100 ട്രോണാണ് ഇവിടെ സെൻഡ് ചെയ്തത്. ഓക്കെ, ഞാൻ 100 ട്രോൺ നമ്മുടെ ബിനാൻസിലോട്ടേക്ക് സെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ബിനാൻസ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ അവർ ഫീ ആയിട്ട് പിടിക്കുന്നത് ഏകദേശം 15.9 അവർ ഫീ ആയിട്ട് പിടിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മിനിമം വിഡ്രോ ലിമിറ്റ് ഉണ്ട്. മിനിമം 70 ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. 70 കുറവാണ് നിങ്ങൾ വിഡ്രോ ചെയ്യാൻ നോക്കണമെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവില്ല. ഞാൻ ഏകദേശം 11.4 ഞാൻ വിഡ്രോ ചെയ്തത്. ഓക്കെ, ഇതെൻ്റെ ബിനാൻസിൻ്റെ ഡെപ്പോസിറ്റ് ഹിസ്റ്ററിയാണ്. അപ്പോൾ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് ഇവിടെയാണ് 15.9 ട്രോണ് അവർ ഫീ ആയിട്ട് പിടിച്ച് ബാക്കി 84.1 ട്രോൺ നമുക്ക് അവർ കറക്റ്റായിട്ട് തന്നെ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. 11.18 അവിടെ നിന്ന് വിഡ്രോ ചെയ്തത്. ഇവിടെ 11.19 എത്തി. ഏകദേശം 1 മിനിറ്റ് മാത്രമേ ആ ഒരു ട്രാൻസാക്ഷന് ടൈം വന്നിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ നോക്കാം. ഇതിൽ വലിയതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എവിടെ നിന്നാണ് സെൻഡ് ചെയ്തത്, എവിടേക്കാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് വിത്ത് പ്രൂഫ് തന്നെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ROI ഇപ്പോൾ പേയ്മെൻറ്റ് തന്നു. ഓക്കെ, അപ്പോൾ ROI കുറേ പേരൊക്കെ ഫേക്കാണ്, സ്കാമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ചെയ്യാത്തവർക്ക് ഒരു നഷ്ടം തന്നെ ഉള്ളൂ. കാരണം ചെയ്തവർക്കൊക്കെ നല്ല രീതിക്ക് ഈ ഒരു ടോക്കൺ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു ROI ടോക്കനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യാൻ. എനിക്ക് അറിയുന്ന ഡൗട്ട്സ് ആണെങ്കിൽ ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരും. ആയിട്ട് കിട്ടിയ ഒരു എയർ ഡ്രോപ്പാണ്. ഒരു എയർ ഡ്രോപ്പ് എക്സ്ചേഞ്ചിൽ നിന്നാണ് നമുക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഇത്രത്തോളം തന്നെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു ടോക്കൺ അവൈലബിളിലോട്ടേക്ക് വരികയാണെങ്കിൽ, ഓൺ ഓർഡറിന് അവൈലബിളിലോട്ടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ മാക്സിമം സെല്ല് ചെയ്യുക. നമുക്ക് ഇനിയും ഈ ഒരു ടോക്കൺ റേറ്റ് കുറയുകയാണെങ്കിൽ നമുക്ക് ഇനിയും പിന്നെ പർച്ചേസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറക്കാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നേരം ഗുഡ് ബൈ.